എന്റെ പൊന്നി ചേച്ചി, എന്റെ മാനം പോവും. നാളെ ആ ഫംഗ്ഷൻ. വിശ്വാസ സാർ വരുന്നെന്ന് അറിഞ്ഞപ്പോ മുതല് പിള്ളേരെല്ലാം ആ കൂടെ ത്രിൽഡ് ആയിട്ടിരിക്കുകയാണ് ഇല്ലേ? സാറിന്റെ പേര് വെച്ച് നോട്ടീസും വാൾ പോസ്റ്ററും എല്ലാം അടിച്ചു. അതൊക്കെ പോട്ട്, ഞാനും സാറും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് ഇവ ഒരു ഗുണ്ടും പൊട്ടിച്ചു. അതല്ലേ ആള് മിടിക്കുകയാണല്ലോ. ശ്യാമയും ഹരിയും തമ്മിൽ അത് കല്യാണത്തിന് ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് വിളിക്കും. ചേച്ചി സാറിനെയും കൂട്ടി വരണം. അത് ശരി. അപ്പൊ ചേച്ചി ഉദ്ഘാടനം? വിശ്വേട്ടൻ ഉദ്ഘാടനത്തിന് വരുന്ന സംശയം. നാളെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാം. സാറകത്തില്ലേ? ഉണ്ട്. പ്രൊഡ്യൂസറുമായി ഡിസ്കഷനില്ല. ഇപ്പൊ വരും. ചേച്ചി എങ്ങനെയും ഒന്ന് മണി അടിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഷൂട്ടിംഗ് ഒന്ന് മാറ്റി വെക്കാൻ പറ. ഞാൻ പറഞ്ഞു നോക്കാം. ദാ വരുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തീർക്കുമല്ലോ. താൻ പേടിക്കാതോ. ഞാൻ സ്ഥലം ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്താ? അത് മതി, അത് മതി. വിശ്വേട്ടാ. ആ ലക്ഷ്മി, ഞാനൊന്ന് ലൊക്കേഷൻ നോക്കാൻ പോവാണ്. ആരെങ്കിലും വിളിച്ചാലേ കുറച്ച് ഇരുട്ടിട്ട് വരുള്ളൂ പറയും. ഈ കുട്ടികൾ വിശ്വേട്ടനെ കാണാൻ വന്നതാ. എന്താ കാര്യം? അവരുടെ കോളേജിൽ നാളെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം. വിശ്വേട്ടൻ ചെല്ലണമെന്ന്. അവര് വിശ്വേട്ടന്റെ പേര് വെച്ച് നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിച്ചത്രേ. നീ എന്താ ഈ പറയുന്നത്? നാളെ ഷൂട്ടിംഗ് തുടങ്ങില്ലേ? നീ അവരെന്തെങ്കിലും പറഞ്ഞയക്ക്. ഞാൻ പോട്ടെ. ചേച്ചി, ഈ ഓട്ടോഗ്രാഫിൽ ഒന്ന് ഒപ്പിടിപ്പിച്ച. ഈ ഓട്ടോഗ്രാഫിൽ ഒന്ന് ഒപ്പിട്ട് കൊടുക്കൂ. കുറച്ച് തിരക്കുള്ളതുകൊണ്ടാ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇതാ. പിണക്കൊന്നും തോന്നരുത് കേട്ടോ ശ്യാമ. ഇല്ല, ഐ ലൈക്ക് യു. ചേച്ചിയുടെ ഈ നുണക്കുഴികൾ എനിക്ക് ഇഷ്ടമായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. ശരി, വരട്ടെ. ശരി. നീ എന്താടി പറഞ്ഞു? നുണക്കുഴിയോ? ഞാനൊന്നും കണ്ടില്ലല്ലോ. ഞാനും കണ്ടില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒരു കാച്ചു കാച്ചിയതാ. സമ്മതിച്ചു തന്നിരിക്കുന്നു.